കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ദേശീയ വക്താവ് ഗൗരവ് വല്ലഭ് ബിജെപിയിൽ ചേർന്നു. കോൺഗ്രസിന്റെ ദിശാബോധമില്ലായ്മയിൽ അസ്വസ്ഥനെന്ന് ഗൗരവ് വ്യക്തമാക്കി. ബീഹാർ മുൻ പിസിസി അധ്യക്ഷനും ബിജെപിയിൽ അംഗത്വമെടുത്തു. കോൺഗ്രസ് പുറത്താക്കിയ സഞ്ജയ് നിരൂപം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയിൽ അംഗത്വമെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന് തിരിച്ചടികൾ തുടരുകയാണ്. ഒരു ദേശീയ വക്താവും മുൻ പിസിസി അധ്യക്ഷനും കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നു. സാമ്പത്തിക വിഷയങ്ങളിൽ മോദി സർക്കാരിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നതിൽ പ്രധാനിയായിരുന്നു ഗൗരവ് വല്ലഭ്. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അയച്ച കത്തിൽ കോൺഗ്രസിന്റെ സനാതന വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ കഴിയില്ല എന്ന് ഗൗരവ് വല്ലഭ് വ്യക്തമാക്കി. ജാതി സെൻസസ് പോലുള്ള വിഷയങ്ങളിലെ എതിർപ്പും രാജിക്കത്തിലുണ്ട്. വികസനം സൃഷ്ടിക്കുന്നവരെ നിരന്തരം അധിക്ഷേപിക്കാനാകില്ല എന്നും രാജിക്കത്തിൽ പറയുന്നു. ഡൽഹിയിൽ ബിജെപി ആസ്ഥാനത്തെത്തിയാണ് ഗൗരവ് വല്ലഭ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ബീഹാർ മുൻ കോൺഗ്രസ് അധ്യക്ഷൻ അനിൽ ശർമ്മയും ബിജെപിയിൽ ചേർന്നു. RJD നേതാവായിരുന്ന ഉപേന്ദ്ര പ്രസാദും ഇവർക്കൊപ്പം ബിജെപിയിൽ അംഗത്വമെടുത്തു. കോൺഗ്രസ് കഴിഞ്ഞ ദിവസം 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്ത മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവ് സഞ്ജയ് നിരൂപം നേതൃത്വത്തിനെതിരെ രംഗത്തു വന്നു. കോൺഗ്രസ് അംഗത്വം രാജിവെച്ചതിന് പിന്നാലെയാണ് തന്നെ പുറത്താക്കിയതെന്ന് സഞ്ജയ് നിരൂപം വ്യക്തമാക്കി. ഹിന്ദിയും ഇംഗ്ലീഷും അറിയാത്ത ദേശീയ നേതാവാണ് KC വേണുഗോപാൽ എന്ന് സഞ്ജയ് നിരൂപം പരിഹസിച്ചു. രാജിക്കത്ത് ഖർഗെയ്ക്ക് അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം പങ്കുവച്ചാണ് നിരൂപം കോൺഗ്രസിനെ വിമർശിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.